ഹായ്, ഐ എം ഡോക്ടർ അനസ് അബ്ദുള്ള, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, നടക്കാവിൽ ഹോസ്പിറ്റൽ. നമ്മൾ കുറേ നാളുകളായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ ടൈപ്പ്. ഇതിൽ തന്നെ ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഡ്രൈ സ്കിൻ എന്ന ടേമുകൾ വളരെ ഫ്രീക്വൻ്റായി പല സോഴ്സ് വഴി നമ്മൾ ഡെയിലി ലൈഫിൽ പലതവണ കേൾക്കുന്നതാണ്. ഈ സ്കിൻ ടൈപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആൻഡ് ട്രബിൾഡ് ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് ഇവരെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും എത്ര കെയർ ചെയ്ത് കഴിഞ്ഞാലും ആൻഡ് ദ സ്കിൻ വിൽ ബി ആഫ്റ്റർ 5 minutes കുറച്ച് ഓയിലി ആൻഡ് ഗ്രീസി ആയിരിക്കും, കുറച്ച് ഡൾ ലുക്കിംഗ് ആയിരിക്കും. ആൻഡ് ഈ മുഖക്കുരു വരാനും അതുപോലെ തന്നെ ചെറിയ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോലെ വരാനുള്ള റിസ്ക് കൂടുതലും. ആൻഡ് ചിലപ്പോൾ ചെറിയ ഈ ഓപ്പൺസ് പോർസ് പോലെ ചെറിയ കുഴികൾ പോലെയൊക്കെ ഫേസിൽ വരാനും ചാൻസ് കൂടുതലാണ്. സോ ബാക്കി സ്കിൻ ടൈപ്പിനെ കാട്ടിയും കുറച്ചുകൂടിയും കൺസേൺഡ് ആയിട്ടുള്ളത് ഓയിലി സ്കിൻ ഉള്ള ആൾക്കാരായിരിക്കും. സോ എന്താണ് ഈ ഓയിലി സ്കിൻ? ഈ ഓയിലി സ്കിൻ അഥവാ ഈ ഓയിൽ എന്ന് പറയുന്നത് ആക്ച്വലി സീബം എന്ന് പറയുന്ന ഒരു സെക്രീഷനാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തായി കാണുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന ഗ്രന്ഥിയുടെ ഒരു സെക്രീഷൻ അഥവാ അത് റിലീസ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ്. ഇത് നമ്മൾ ശരീരത്തിൻ്റെ പല ഭാഗത്ത് കാണുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതലായി കാണുന്നത് മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ തലയിലുമാണ്. ഈ സീബം എന്ന സെക്രീഷനിൽ പ്രധാനമായും കാണുന്നത് ഈ ട്രൈഗ്ലിസറൈഡ്, ഫ്രീ ഫാറ്റി ആസിഡ് ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് വാക്സ് ഒക്കെ പോലെയുള്ള കുറച്ച് കൊഴുപ്പ് പോലെയുള്ള ദ്രാവകങ്ങളാണ്. സോ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ our face will appear a little oily. So what is the normal function of this sebum? ഈ sebum റിലീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? സോ ദിസ് sebum helps to maintain the hydration of the skin. അതായത് നമ്മളെ സ്കിന്നിൻ്റെ ഈർപ്പം മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ആൻഡ് ഒരു ലോക്കലി ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാനും ഈ sebum ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇത് എക്സസ് ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ ഓയിലി ആവാനും അതുപോലെ തന്നെ മുഖക്കുരു വരാൻ ചാൻസ് കൂടുകയും ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് പോലെയുള്ള ചെറിയ കുരുക്കൾ വരാൻ റിസ്ക് കൂടുകയും ചെയ്യും. നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്കോൺസെപ്ഷനാണ് ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാരുടെ സ്കിൻ എപ്പോഴും ഓയിലി ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ആക്ച്വലി ട്രൂ. ആൻഡ് ഈ സീബം സെക്രീഷനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിനെല്ലാം ഒരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ് എത്ര ലെവൽ ഓഫ് ഓയിൽ റിലീസ് ചെയ്യും അല്ലെങ്കിൽ സെബം റിലീസ് ചെയ്യും എന്നുള്ളത്. ആൻഡ് എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യും? ആൻഡ് ഇതിനെ പ്രധാനമായി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ ഏജും നമ്മളെ ജെൻഡറുമാണ്. ആൻഡ് ഏജിൽ നമുക്കറിയാം ഇത് പ്രധാനമായി നമ്മൾ സ്കിൻ ഓയിലി ആവുന്നത് ഒരു ടീനേജർ അഥവാ ഒരു 15 to 25 or 30 years വരെയാണ് നമ്മൾ ഈ ഓയിലി സ്കിൻ എന്നുള്ളത് കോമൺ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഏജിലായിരിക്കും മുഖക്കുരു അപ്പിയർ ചെയ്യുന്നതും എല്ലാം. ആൻഡ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ നമ്മൾ ഈ ഒരു സെക്സ് ഹോർമോൺസിൻ്റെ ലെവൽ കൂടുകയും ഇത് കാരണം ഇത് നമ്മൾ ഒരു സെബേഷ്യസ് ഗ്ലാൻഡിനെ എഫക്റ്റ് ചെയ്യും. അത് സെബം റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു എമൗണ്ട് കൂട്ടുകയും ചെയ്യും. സോ ഈ ഹോർമോൺ ലെവൽസാണ് മെയിൻലി നമ്മൾ ഈ സെബം റിലീസ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനമായ ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ ലെവൽ കൂടുന്ന ഏജിൽ അതായത് ഒരു 15 to 30 years വരെ ഈ ഓയിലി സ്കിൻ അപ്പിയർ ചെയ്യാനും ആൻഡ് ഫീമെയിൽസിൽ പ്രധാനമായും മെനപ്പോസിന് ശേഷം ഈ ഓയിലി സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അടുത്ത പ്രധാന ഫാക്ടറാണ് ജെൻഡർ. ആൻഡ് മെയിൽസിനും ഫീമെയിൽസിനും ഒരേ ലെവലിലല്ല ഈ സെബം സെക്രീഷൻ വരുന്നത്. ഈ മെയിൽസിൽ ആൻഡ്രോജൻസ് അഥവാ മെയിൽ ഹോർമോൺസ് അധികമായത് കാരണം ഫീമെയിൽസിനെ കാട്ടിയും മോർ സെബം സെക്രീഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കോസസ്, അതായത് ഈ സമ്മറിലും ഹ്യൂമിഡ് ക്ലൈമറ്റിലും കുറച്ചുകൂടി സെബേഷ്യസ് സെക്രീഷൻ കുറച്ചും കൂടി അധികമായിരിക്കും. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഹോർമോൺ ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു പല അസുഖങ്ങൾ അഥവാ മറ്റു പല മെഡിക്കേഷൻസ് ലൈക്ക് PCOD പോലെയുള്ള അസുഖങ്ങൾ ആൻഡ് ഈ മെഡിക്കേഷൻസ് ലൈക്ക് പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അനബോളിക് സ്റ്റിറോയിഡ് പോലെയുള്ള മെഡിക്കേഷൻ. ഇതിനെല്ലാം പുറമെ ഈ പറഞ്ഞ കണ്ടീഷൻ ഈ ഓയിലി സ്കിന്നെല്ലാം വേഴ്സ് ആക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ റോങ് സ്കിൻ കെയർ റുട്ടീനാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീംസോ അല്ലെങ്കിൽ നമ്മൾ സിറംസോ അല്ലെങ്കിൽ സ്ക്രബോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡക്റ്റ് പോലെയുള്ളത് നമ്മൾ സ്കിന്നിന് സ്യൂട്ട് അല്ലെങ്കിൽ ആൻഡ് ഈ പറഞ്ഞ ഓയിലി കണ്ടീഷൻ വേഴ്സൺ ചെയ്യാം. സോ ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ എന്തൊക്കെ റുട്ടീൻ ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ റോങ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ക്രീംസ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുന്നത് ഡെയിലി സ്ക്രബ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവാത്ത പ്രോഡക്റ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ആൻഡ് വി ഷുഡ് യൂസ് ദ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അവർ സ്കിൻ. സോ നമ്മൾ എന്തൊക്കെ സ്കിൻ റൂട്ടീൻ ഫോളോ ചെയ്യണം ആൻഡ് എന്തൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം? നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്യണം ആൻഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഈ സെബം റിലീസിൻ്റെ അല്ലെങ്കിൽ സെബം സെക്രീഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് അത് കുറക്കാൻ വേണ്ടി മറ്റ് ക്രീംസോ അല്ലെങ്കിൽ ടാബ്ലറ്റോ യൂസ് ചെയ്യാം. സോ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൈൽഡ് ജെൻറ്റിൽ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക.
അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ pHന് സ്യൂട്ടാവുന്ന ടൈപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യാം, ബട്ട് യൂസ് ഓഫ് ഫിസിക്കൽ എക്സ്ഫോളിയേറ്റ് ലൈക്ക് സ്ക്രബ് യൂസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് വി ക്യാൻ യൂസ് സ്ക്രബ് 1 or 2 times per week. അതുപോലെ തന്നെ കെമിക്കൽ എക്സ്ഫോളിയേറ്റീവ് ഏജൻസും യൂസ് ചെയ്യും. അതായത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് കണ്ടന്റ് വരുന്ന ഫേസ് വാഷോ അല്ലെങ്കിൽ സെറംസോ യൂസ് ചെയ്യാം. ആൻഡ് സൺസ്ക്രീൻ നമ്മൾ റെഗുലറായിട്ട് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ബിക്കോസ് സൺ എക്സ്പോഷർ കാരണം നമ്മൾ ഈ ഓയിൽ സെക്രീഷൻ കൂടാനും ഈ ഓയിലി സ്കിൻ വേഴ്സ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഒരുപാട് പേർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടാണ് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ആവശ്യമുണ്ട്. കാരണം മോയ്സ്ചറൈസ് എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ സെബം അല്ലെങ്കിൽ ഓയിൽ എന്നുള്ളതിൻ്റെ ഫങ്ഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും അതിൻ്റെ ഒരു ഈവൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഒരു വിസ്കോസിറ്റി അല്ലെങ്കിൽ ഒരു സ്ക്വിഷിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഈവൻ സൺസ്ക്രീൻ പോലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഇതെല്ലാം വാഷ് ചെയ്ത് മുഖം എല്ലാം ജെൻറ്റലായി പാറ്റ് ചെയ്ത് ലൈറ്റായിട്ട് മോയ്സ്ചറൈസർ എല്ലാം അപ്ലൈ ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓയിലി സ്കിന്നിലുള്ള ആൾക്കാർ റുട്ടീനായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീൻ സ്കിൻ കെയർ കാര്യങ്ങളാണ്. ആൻഡ് ഇതൊന്നും വെച്ച് നമ്മൾ ഓയിലി സ്കിൻ കൺട്രോൾ ആവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഓയിലി സ്കിൻ കാരണം മറ്റു പല പ്രോബ്ലം ഈ കോമിഡോൺസ് പോലെ അല്ലെങ്കിൽ മുഖക്കുരു പോലെയുള്ളൊക്കെ റീസൺസ് വരുവാണെങ്കിൽ വി ക്യാൻ കൺസൾട്ട് ഡെർമറ്റോളജിസ്റ്റ്. ആൻഡ് നമുക്ക് മറ്റു പ്രോഡക്റ്റുകൾ റെറ്റിനോയിഡ്സ് പോലെയുള്ള ക്രീംസോ അല്ലെങ്കിൽ ടാബ്ലറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിലിനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ മെഡിക്കേഷൻ റെറ്റിനോയിഡ് പോലെയുള്ള മെഡിക്കേഷനോ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന പ്രോഡക്ട്സ് അല്ല. സോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവർ നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക.